വിപ്രാഗാവശ്ച വേദാ സ്മൃതിരപി തുളസീ സർവതീർത്ഥാനി വിദ്യാ നാനാശാസ്ത്രേതിഹാസ അപി സകലപുരാണാനി വർണ്ണാശ്രമാശ്ച സാഖ്യം ജ്ഞാനം ച യോഗാപി യമനിയമൗ സർവകർമാണി കാലാ സർവേ ധർമാശ്ച സത്യാദ്യവയവ സഹിതാ മംഗളം മേ ദിശന്തു. സ്വാഗതം പറയുന്നതിനായി ക്ലബ് സെക്രട്ടറി പ്രശാന്ത് ജി മേനോനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ക്ലബ് പ്രസിഡന്റ് ശ്രീ കെ പി രാധാകൃഷ്ണൻ, ഇന്നത്തെ വിശിഷ്ടാതിഥി കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ ശങ്കരൻകുട്ടി മാരാർ, ക്ലബിൻ്റെ രക്ഷാധികാരികളായിട്ടുള്ള അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂരിപ്പാട്, അഷ്ടവൈദ്യൻ ഡോക്ടർ ഇ ടി നീലകണ്ഠൻ മൂസ്, ഇന്നത്തെ അവാർഡ് ജേതാവ് ശ്രീ ചമ്പക്കര വിജയൻ, ക്ലബ് എക്സിക്യൂട്ടീവ്, ഇന്നത്തെ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തുവാൻ നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരള കലാമണ്ഡലം കഥകളി വിഭാഗം ഡീൻ ശ്രീ കെ ബി രാജാനന്ദ്, ക്ലബ് എക്സിക്യൂട്ടീവ് അംഗം ശ്രീമതി ജയ അവണൂർ, ക്ലബിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നിവിടെ കഥകളി ക്ലബിൻ്റെ പ്രാരംഭകാലം മുതലുള്ള പ്രവർത്തകരും ക്ലബിൻ്റെ ഭരണസമിതിയിൽ വിവിധ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ളതുമായ ഇപ്പോൾ ക്ലബിൻ്റെ രക്ഷാധികാരിയുമായിട്ടുള്ള അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂരിപ്പാടിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള നാരായണമുദ്ര എന്ന അവാർഡ്, അതിൻ്റെ ആദ്യത്തെ അവാർഡ് ദാനച്ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ശ്രീ ചമ്പക്കര വിജയകുമാറിനാണ്. അദ്ദേഹത്തിന് ക്ലബിൻ്റെ അഭിനന്ദനങ്ങൾ. 20,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് ഈ അവാർഡ്. ക്ലബിൻ്റെ ഓഗസ്റ്റ് മാസത്തെ, എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തെ കളിയുടെ കൂടെ ഇത് നൽകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ വേറെ ഒരു കാര്യം കൂടിയും പറയുവാൻ ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ തിങ്കളാഴ്ച, കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 18 ചിങ്ങം 2-ന് തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ ചിരകാലാഭിലാഷമായ സ്വന്തം മന്ദിരം എന്ന സ്വപ്നം, അതിൻ്റെ തറക്കല്ലിടലായിരുന്നു. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജൻ തറക്കല്ലിടൽ നിർവഹിച്ചു. അതിൻ്റെ അടുത്ത നടപടികളായ കേരള ഗവൺമെൻറ് നമുക്ക് 2 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സാംസ്കാരിക വകുപ്പിനാണ് അതിൻ്റെ ചുമതല. അപ്പോൾ അതിൻ്റെ DPR അടുത്ത് തന്നെ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, 2 കോടി രൂപ ഒന്നുമാവില്ല. 2 കോടി രൂപയ്ക്ക് ഒരു ഭാഗം മാത്രമേ അതിൻ്റെ കഴിയുണ്ടാവുള്ളൂ. പക്ഷേ ഈ ഗവൺമെൻറ് 2 കോടി രൂപയാണ് അതിന് വകയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ 2 കോടി രൂപയുടെ DPR-ഉം പിന്നെ അത് കഴിഞ്ഞാൽ ബാക്കി ചിലവ് ഒന്നുമില്ലെങ്കിൽ ഗവൺമെൻറ് അധികമായി സഹായം, അതല്ലെങ്കിൽ വേറെ വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നമുക്കറിയാം, തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ അംഗങ്ങളിൽ ഭൂരിഭാഗവും സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തികളാണ്. നമുക്കെല്ലാവരും കൂടി ഉത്സാഹിച്ചാൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ, സാമ്പത്തികമായോ അല്ലാതെയോ, ധാരാളം പ്രവർത്തന പരിചയവും ഇത് എല്ലാമുള്ള വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. ഭരണസമിതിയിലുമുണ്ട്, അംഗങ്ങളായിട്ടുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന് അധികം നാൾ വേണ്ട. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ക്ലബ് പ്രസിഡന്റ് ശ്രീ കെ പി രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ ഔപചാരികതയുടെ പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ പത്മശ്രീ ശങ്കരൻകുട്ടി മാരാർ, അദ്ദേഹത്തിൻ്റെ ഈ തിരക്കിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന് ക്ലബിൻ്റെയും എൻ്റെയും പേരിൽ നന്ദി പറയുകയും അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്ലബിൻ്റെ തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ രക്ഷാധികാരികൾ 4 ആളാണ്. പത്മശ്രീ ഗോപിയാശാൻ,
അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂരിപ്പാട്, അഷ്ടവൈദ്യൻ ഡോക്ടർ ഇ ടി നീലകണ്ഠൻ മൂസ്, അതുപോലെ ശ്രീ പി കെ വിജയകുമാർ IRS. നമ്മുടെ രക്ഷാധികാരികളുടെ പ്രത്യേകത ബാക്കി സംഘടനകളിൽ ഉള്ള പോലെ രക്ഷാധികാരികൾ പേരിനല്ല, അവർ നമ്മോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന രക്ഷാധികാരികളാണ് നമുക്ക് ഉള്ളത്. അതിൽ 2 ആളാണ് ഇന്നിവിടെ വേദിയിലുള്ളത്. കഥകളി ക്ലബിൻ്റെ പ്രാരംഭ കാലം മുതലുള്ളതും അതുപോലെ തന്നെ കഥകളി ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂരിപ്പാടും, സി കെ നാരായണൻ നമ്പൂരിപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളി ക്ലബ്ബും എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയാം. ക്ലബിൻ്റെ മുഖം എന്ന് പറയാവുന്ന അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂരിപ്പാടിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ അംഗവസ്ത്രം അണിയിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അഷ്ടവൈദ്യൻ ഡോക്ടർ ഇ ടി നീലകണ്ഠൻ മൂസ്, എന്ത് കാര്യത്തിനും നമ്മൾ വിളിച്ചാൽ അദ്ദേഹം എപ്പോഴും ഒപ്പം തന്നെയുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഇവിടെ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തുന്നത് ശ്രീ KB രാജാനന്ദാണ്. അദ്ദേഹം കേരള കലാമണ്ഡലം കഥകളി വിഭാഗം ഡീൻ കൂടിയാണ്. അദ്ദേഹം കഥകളി ലോകത്ത് സുപരിചിതനാണ്. അദ്ദേഹത്തിനെ പ്രത്യേകിച്ച് ഒരു തരത്തിലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തിനെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ താരം, ഇന്നത്തെ ആദ്യ നാരായണമുദ്രയുടെ ആദ്യ അവാർഡ് ജേതാവ് ശ്രീ ചമ്പക്കര വിജയൻ. അദ്ദേഹത്തെ അവാർഡിന് പരിഗണിക്കുമ്പോൾ പല ആൾക്കാരെയും പരിഗണിച്ചിരുന്നതിൽ നിന്നും അദ്ദേഹത്തെ സെലക്ട് ചെയ്യുമ്പോൾ അവസാനമായി ആ സെലക്ട് ചെയ്യുന്ന പ്രക്രിയയിൽ ഐക്യകണ്ഠേനയാണ് ജൂറി തീരുമാനിച്ചത്. അദ്ദേഹത്തെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്ലബ് അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂരിപ്പാടിൻ്റെ മകളും ക്ലബ് എക്സിക്യൂട്ടീവ് അംഗവുമായ ശ്രീമതി ജയ അവണൂർ, ജയചേച്ചിയാണ് ഈ ഒരു പരിപാടിയുടെ മുഴുവൻ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ജയചേച്ചിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂരിപ്പാടിൻ്റെ കുടുംബാംഗങ്ങൾ, അവരിൽ പലരും നമ്മുടെ മെമ്പർമാരാണ്. അവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലബിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട്, ക്ലബ് മെമ്പർമാരുണ്ട്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും ക്ലബിൻ്റെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി ക്ലബ് പ്രസിഡന്റ് ശ്രീ KP രാധാകൃഷ്ണൻ അവരെ ക്ഷണിക്കുന്നു. നമസ്തേ. ബഹുമാനപ്പെട്ട പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, കേരള സംഗീത അക്കാദമി ചെയർമാൻ, അഡ്വക്കേറ്റ് ശ്രീ നാരായണൻ നമ്പൂരിപ്പാട് ഞങ്ങളുടെ രക്ഷാധികാരിയാണ്. മറ്റൊരു രക്ഷാധികാരിയാണ് അഷ്ടവൈദ്യൻ ഡോക്ടർ ഇ ടി നീലകണ്ഠൻ മൂസ്. അതുപോലെ ഇന്ന് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തുന്ന KB രാജാനന്ദ്, ഇന്നത്തെ ആദ്യത്തെ നാരായണമുദ്രയ്ക്ക് അർഹനായിട്ടുള്ള ശ്രീ ചമ്പക്കര വിജയകുമാർ, ഇന്നത്തെ യോഗത്തിന് ഔദ്യോഗികമായിട്ട് നന്ദി പറയുന്ന ശ്രീമതി ജയ അവണൂർ, പ്രിയപ്പെട്ട കലാസ്നേഹികളെ, ക്ലബ് അംഗങ്ങളെ, CK കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. അല്പം വൈകിയാണ് ട്രെയിൻ ഓടുന്നത്. ഞാനും അല്പം വൈകി വരാൻ കാരണം ട്രെയിൻ വൈകിയതാണ്. നമ്മുടെ ഈ മീറ്റിങ്ങും അല്പം വൈകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും നമുക്കൊരു വലിയൊരു മഹാഭാഗ്യമാണിത്. കാരണം ഒരു 3-4 തലമുറയായിട്ട് CK കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ കഥകളിയോട് ഇത്ര സ്നേഹവും കഥകളി ഇത്ര കാര്യമായിട്ട് കണക്കാക്കി കഥകളിയെ അടുത്ത തലമുറയിലും കൂടി, ഇപ്പോൾ CK അച്ഛൻ നമുക്കറിയാം കഥകളി ക്ലബ്ബ് തുടങ്ങിയിട്ടുള്ള കുഞ്ഞനമ്പൂരിപ്പാട്, ആദ്യത്തെ പ്രൊമോട്ടർമാരിലൊരാൾ കുഞ്ഞനമ്പൂരിപ്പാടാണ്. ആ കാലത്ത് കഥകളിക്ക് വരുന്ന കാഴ്ചയൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവിടെ നിന്നൊരു പറ്റ ആൾക്കാരുണ്ടാവും അവിടെ ചേർപ്പിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതുപോലെ അങ്ങനെ അത് CK കൂടെ ഇപ്പോൾ ശ്രീമതി ജയ അവണൂരിൽ കൂടെ തുടർന്നു പോവുകയാണ്. തുടർന്നു പോവുക മാത്രമല്ല, കഥകളിയെ പരിപോഷിപ്പിക്കേണ്ടതും നിലനിർത്തേണ്ടതും അവരുടെ ചുമതലയാണെന്നുള്ള ചിന്ത ഉണ്ടല്ലോ. അത് വലിയൊരു ഭാഗ്യമാണ് നമുക്ക് കഥകളിയെ സംബന്ധിച്ചിടത്തോളവും തൃശ്ശൂർ കഥകളി ക്ലബിനെ സംബന്ധിച്ചിടത്തോളവും വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ ആദ്യമായിട്ട് ഇന്ന് നാരായണമുദ്ര സമർപ്പിക്കപ്പെടുകയാണ്. ഞങ്ങൾക്ക് ഏവർക്കും വലിയ സന്തോഷമുണ്ട് അത് ഇവിടെ വെച്ച് നടത്താനും. ഇങ്ങനെ നമുക്ക് നടത്താനും ക്ലബ്ബുമായിട്ട് സഹകരിച്ചാണ് നടത്തുന്നത്. CK കുടുംബാംഗങ്ങളാണ് അത് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യമേ തന്നെ CKയോടും കുടുംബത്തിനോടും നന്ദി പറയണു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ശ്രീ ചമ്പക്കര വിജയകുമാറിനാണ്. ഞാൻ ചമ്പക്കര വിജയകുമാർ ചോദിക്കാൻ, കലാമണ്ഡലം വിജയകുമാർ എന്ന് പറയുന്നത് ഏത് പേരാണ് കൂടുതൽ അറിയണേന്ന് ചോദിച്ചു. പറഞ്ഞു ചമ്പക്കര എന്നുള്ളതാണ് നാടിൻ്റെ സ്ഥലം, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. എന്തായാലും വിജയൻ ഇതുപോലെ തന്നെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു യുവനടനാണ്. അദ്ദേഹത്തിന് ഒരുപാട് കലാകേരളം പ്രതീക്ഷിക്കുന്നുണ്ട്.
ആ പ്രതീക്ഷ നിലനിർത്താനായിട്ടും വലിയ പ്രതീക്ഷ കുറേയും കൂടി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനത്തിന് ഈ അവാർഡ് സഹായമാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രതിഭയുടെ ധാരാളിത്തമുള്ള ആളാണ്. ആ പ്രതിഭ ദൂർത്താക്കാതെ ഭംഗിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. അദ്ദേഹം അത് വേണ്ട പോലെ വിനിയോഗിക്കും. അത് നമുക്ക് കലാകേരളത്തിൻ്റെ മനസ്സ് കുളിർപ്പിക്കാനും കലാകേരളത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായി മാറാനും അദ്ദേഹത്തിൻ്റെ കഴിവുണ്ട്. അതുണ്ടാവട്ടെ എന്ന് ആദ്യമേ തന്നെ ഞാൻ ആശംസിക്കുന്നു. ഇന്ന് ഇവിടെ നമ്മുടെ പറഞ്ഞ് എന്തായാലും പരിചയപ്പെടുത്തി കഴിഞ്ഞു പ്രശാന്ത്. എന്തായാലും ഞാൻ തീരെ ദീർഘിപ്പിക്കുന്നില്ല. കാരണം വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ, വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും സംസാരിക്കാനും കഴിവുള്ള ആൾക്കാരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്കുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ടും ഈ ഫംഗ്ഷൻ ഭംഗിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അവാർഡ് സമർപ്പിക്കൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്താനായി ശ്രീ KB രാജാനന്ദ അവരുകളെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ള അധ്യക്ഷൻ ശ്രീ രാധാകൃഷ്ണൻ, ബഹുമാന്യനായ ശങ്കരേട്ടൻ എന്ന് ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്ന പത്മശ്രീ ശങ്കരൻകുട്ടിമാര, ക്ലബിൻ്റെ രക്ഷാധികാരികളും അതിനുപരി പുരസ്കൃതനായ ശ്രീ വിജയൻ ഉൾപ്പെടെ വേദിയിലും എൻ്റെ മുന്നിലുമുള്ള പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് തൃശ്ശൂർ ക്ലബ്ബിൽ ഒരു പ്രഭാഷകൻ്റെ വേഷത്തിൽ വരാനൊരു സൗകര്യം കിട്ടുന്നത്, സന്ദർഭം സിദ്ധിക്കുന്നത്. അതിലുള്ള അനൽപമായ സന്തോഷവും ചാരിതാർത്ഥ്യവും നന്ദിയും ഞാൻ ആദ്യമായി രേഖപ്പെടുത്തട്ടെ. നിർദ്ദേശിക്കപ്പെട്ട ചുമതലയും അതിനേക്കാൾ സന്തോഷകരമാണ്. മനസ്സിലെന്നും വാത്സല്യത്തോടെ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ പ്രതിഷ്ഠ നേടിയിട്ടുള്ള വിജയനെക്കുറിച്ച്, ചെമ്പക്കര വിജയകുമാർ എന്ന കലാമണ്ഡലം വിജയകുമാർ എന്ന നടനെ പരിചയപ്പെടുത്തലാണ് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം. അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്രയുടെ കാലമാണിത് എന്നത് കാണുമ്പോഴും സന്തോഷം തോന്നുന്നുണ്ട്. ഒരു പുരസ്കാരമല്ല, നിരവധി പുരസ്കാരങ്ങൾ സമൃദ്ധമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയസന്ധിയിൽ തൃശ്ശൂർ ക്ലബിൻ്റെ ആദ്യമായി ഏർപ്പെടുത്തപ്പെട്ട ഈ നാരായണ പുരസ്കാരം അതിന് അർഹത നേടുന്നു ശ്രീ വിജയകുമാർ. സത്യസന്ധമായി പറഞ്ഞാൽ അദ്ദേഹത്തെ വളരെ ബാല്യം മുതലേ അറിയാം എന്നതുകൊണ്ടുള്ള ആ ധാർഷ്ട്യത്തോടെ പറയുകയാണ്. പഠിക്കുന്ന കാലത്ത് വിജയനെ അറിയുന്ന എനിക്ക് വിജയൻ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നടനാവുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. മിടുക്കനായ വിദ്യാർത്ഥിയൊന്നും ആയിരുന്നില്ല അക്കാലത്ത് വിജയൻ. കലാമണ്ഡലത്തിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഘട്ടത്തിൽ നമ്മളങ്ങ് വിജയൻ എന്ന് പേരായ നടനെ ഓർമ്മിക്കാതെയായി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനൊരു പുനർജന്മം സിദ്ധിക്കുകയാണ്. യഥാർത്ഥത്തിൽ അമ്പലപ്പുഴ കേന്ദ്രമായി രൂപം കൊണ്ട സന്ദർശൻ കഥകളി വിദ്യാലയത്തിൽ വെച്ച് ശ്രീ വേണുഗോപാൽ എന്ന ക്രാന്തദർശിയായ കഥകളി ആസ്വാദകൻ്റെ സജീവമായ ശ്രദ്ധയും ഇടപെടലും വിജയൻ്റെ വളർച്ചയ്ക്ക് സഹായകമായി എന്നത് പറയാതിരിക്കാനാവില്ല. അവിടെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന അഭ്യാസങ്ങൾ പുനരാരംഭിക്കുകയാണ്. കലാമണ്ഡലത്തിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ വിജയൻ വാസു പിഷാരടി ആശാൻ്റെ ശിക്ഷണത്തിലും പലപ്പോഴും പല വർഷങ്ങളിലും വാഴയങ്കട വിജയേട്ടൻ്റെ ശിക്ഷണത്തിലുമൊക്കെ കഥകളി വീണ്ടും പഠിക്കുകയാണ്. സന്ദർശൻ കഥകളി വിദ്യാലയം ഏറ്റെടുത്ത കഥകളികളിൽ നടനായി രംഗത്ത് വന്നു തുടങ്ങിയ ആ കാലഘട്ടം മുതലാണ് വിജയൻ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് എന്നതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. പഠിക്കുന്ന കാലത്ത് വിജയൻ്റെ വേഷം ആരും അനുമോദിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് സത്യസന്ധമായി തന്നെ പറയാം. കാരണം വിജയൻ അംഗീകരിക്കപ്പെടുകയായിരുന്നു. ഈ അംഗീകാരത്തിന് പശ്ചാത്തലമൊരുക്കിയ 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന് തീർച്ചയായും ആകാര സൗഷ്ഠവം തന്നെ. സ്ത്രീവേഷമാണ് കൈകാര്യം ചെയ്യുന്നത്.
വേഷം കെട്ടാതെ കണ്ടാൽ തന്നെ സുന്ദരനാണ്, വേഷം കെട്ടിയാൽ അതിസുന്ദരിയുമാണ് വിജയൻ എന്നാരും അംഗീകരിക്കും. ആ വേഷഭംഗി തീർച്ചയായും കഥകളി പ്രേക്ഷകരെ അത്യധികമായി ആകർഷിച്ചു എന്നത് ഒരു ഘടകമാണെങ്കിൽ, അതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ ഭാഗ്യമായി അദ്ദേഹത്തിന് സിദ്ധിച്ചത് ഞാൻ പറയും ആ കണ്ണുകളാണ്. മനസ്സിലുദ്ദേശിച്ച ഭാവം കണ്ണുകൾ വിരിഞ്ഞു വരികയും ആ കണ്ണുകളിൽ നിന്ന് ശരീരത്തിലേക്ക് പടർത്തുകയും ചെയ്യുന്ന രീതിയിൽ അഭിനയത്തെ അർത്ഥപൂർണമായി വിന്യസിക്കാനുള്ളൊരു സിദ്ധി സഹജമായി മനസ്സിലകത്ത് ഉണ്ടായിരുന്നതിൻ്റെ ഒരു സാക്ഷാത്കാരം അരങ്ങിൽ നിർവഹിക്കാനായത് വിജയൻ്റെ ഈ ജൈത്രയാത്രയ്ക്കുള്ള അടിത്തറ പാകുകയായിരുന്നു എന്ന് വേണമെങ്കിൽ കാണാം. ആ കണ്ണിൽ ഭാവം നിറയുകയാണ്. ഏറ്റവും കൗതുകകരമായ കാര്യം, സ്വതേ പരിചയപ്പെട്ട ആർക്കും വിജയനുമായി ഒരു സൗഹൃദമുള്ള ആർക്കും ബോധ്യപ്പെടുന്നൊരു കാര്യം, എപ്പോഴും ചിരിപ്പിക്കുന്ന മനുഷ്യനാണ്. പ്രസന്നവദനായിട്ടും പ്രസന്നചിത്തനായിട്ടും സന്തോഷവാനായിട്ടും മാത്രം കാണുന്ന വിജയൻ പക്ഷേ അരങ്ങിൽ ഏറ്റവും ശോഭിക്കുന്നത് ദുഃഖ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോഴാണ് എന്നതൊരു വൈരുദ്ധ്യമായി തോന്നാം. വ്യക്തിപരമായി എന്നോട് ചോദിച്ചാൽ വിജയൻ്റെ ഏറ്റവും നല്ല വേഷം ഞാൻ പറയും 4 ദമയന്തിയാണെന്ന്. 4-ാം ദിവസത്തിൽ ദമയന്തിയുടെ ആദ്യ രംഗം മുതൽ അവസാന രംഗം വരെ ബാഹുകൻ ആരാണെങ്കിലും അതിൻ്റെ മുകളിൽ ജയിക്കുന്ന രീതിയിൽ, അതിൻ്റെ വരികൾക്കകത്തുള്ള ആന്തരികമായ അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്ന രീതിയിലുള്ള അഭിനയ നൈപുണ്യം കൊണ്ട് ആ കഥാപാത്രത്തിൻ്റെ മാസ്മരികമായൊരു അനുഭവ മണ്ഡലത്തെ പ്രകാശപൂരമാക്കുന്ന രീതിയിലുള്ളൊരു അഭിനയ സിദ്ധി അത് വിജയന് സിദ്ധിച്ചിരിക്കുന്നു. അത് മഹാത്ഭുതം തന്നെയാണ്. ഇന്നിപ്പോൾ അവതരിപ്പിക്കുന്ന കുന്തിയായാലും ഈ രീതിയിൽ ദുഃഖിതയായ സ്ത്രീ കഥാപാത്രങ്ങളെ അരങ്ങിൽ അവതരിപ്പിക്കുമ്പോഴാണ് വിജയൻ അതിൻ്റെ പൂർണ്ണമായ തിളക്കത്തോടെ അരങ്ങിൽ പ്രകാശിക്കുന്നത് എന്ന് നമുക്കറിയാം. തീർച്ചയായും ചിട്ടപ്പെട്ട കഥകളായാലും ചിട്ടയില്ലാത്ത മനോധർമാവിഷ്കാരത്തിൻ്റെ സ്വഭാവമുള്ള കഥകളാണെങ്കിലും ആ വാക്യത്തിൻ്റെ അർത്ഥത്തെ തിരിച്ചറിഞ്ഞ് വ്യാഖ്യാനിച്ച് അഭിനയിക്കാനുള്ള നൈപുണ്യം തന്നെയാണ് വിജയനെ ഇന്ന് കേരളത്തിലെ കഥകളി ലോകത്തെ സ്ത്രീവേഷക്കാരിൽ അമരക്കാരനായി പ്രതിഷ്ഠിക്കുന്നതിന് സാഹചര്യം ഒരുക്കിയത് എന്ന് നിസ്സംശയം പറയാം. ആദ്യഘട്ടത്തിലെങ്കിലും സ്ത്രീവേഷ കലാകാരനായി രംഗത്ത് വന്ന സാഹചര്യത്തിലൊക്കെ വിജയൻ ആരൊക്കെയോ അനുകരിച്ചിരുന്നു എന്നത് മറച്ചു വെക്കേണ്ടതില്ല. ആ കാലത്തെ പ്രാമാണികരായ സ്ത്രീവേഷ കലാകാരന്മാരെ അനുകരിച്ചുകൊണ്ട് അതേ രീതിയിലുള്ള രംഗഭാഷ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ചില വൃഥാശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ വിജയൻ്റെ വേഷങ്ങളിൽ നമുക്ക് കാണാനായെങ്കിൽ അത് തിരുത്താനും സ്വകീയമായൊരു ഭാഷ സാഹസികമായി കണ്ടെത്താനും ആ ഭാഷയിലൂടെ തന്നെ കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കാനുമുള്ളൊരു കരുത്ത് വിജയൻ പിൽക്കാലത്ത് നേടുകയും അത് അരങ്ങ് വിജയം നേടുകയും ചെയ്തതിൻ്റെ ചരിത്രമാണ് വിജയൻ്റെ രംഗജീവിതത്തിൻ്റെ വിജയചരിത്രം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. മുദ്ര പിടിക്കുന്ന ഭാഷയിൽ വ്യത്യസ്തതകളുണ്ട്. ഞാൻ ഇതിനു മുമ്പും ഏതോ ഒരു വേദിയിൽ വിജയനെ അനുമോദിക്കേണ്ടി വന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണെങ്കിൽ ക്ഷമിക്കുക. ഇപ്പം കർത്തരീമുഖം എന്ന മുദ്ര പിടിക്കുന്നതിന് വേണ്ടിയുള്ള കഥകളി അനുശാസിക്കുന്ന വ്യാകരണം ഈ ചൂണ്ടുവിരലിൻ്റെ മധ്യത്തിലാണ് തള്ളവിരലിൻ്റെ സ്ഥാനം. ഇപ്പോൾ പേര് എന്ന് മുദ്ര കാണിക്കുക, അല്ലെങ്കിൽ കൊട്ടാരം എന്ന് മുദ്ര കാണിക്കുക, അങ്ങനെ പല സന്ദർഭങ്ങളിലും ഈ മുദ്ര ആവശ്യം വരും. വിജയൻ ആ മുദ്ര പിടിക്കുമ്പോൾ വിരൽത്തുമ്പത്താണ് ആ കർത്തരീമുഖത്തിൻ്റെ സ്ഥാനം, തള്ളവിരലിൻ്റെ സ്ഥാനം എന്ന് കാണാം. ഇത്തരം ചെറിയ സൂക്ഷ്മമായ ചില മാറ്റങ്ങൾ പോലും അരങ്ങനുഭവം മുൻനിർത്തി എങ്ങനെയാണ് ഇത് ഈ മുദ്രയിലൂടെ ആ ആശയത്തെയും ഭാവത്തെയും ഈ പാഠ്യത്തിൽ കഥകളി ഗ്രന്ഥകർത്താവിൻ്റെ പാഠ്യത്തിൽ ഉള്ളടങ്ങിയ ആശയത്തെയും ഉന്മീലനം ചെയ്യുക എന്ന തിരിച്ചറിവോടുകൂടി ശരീരഭാഷയിൽ
പോലും ഇത്തരം ചില വ്യതിയാനങ്ങൾ വരുത്തി സ്വകീയമായൊരു ഭാഷാ ശൈലി കഥകളിയിൽ നിർമ്മിച്ചെടുത്തു എന്നത് വിജയത്തിൻ്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്ന മൗലികമായൊരു ഗുണസമ്പന്നതയാണെന്ന് പറയേണ്ടി വരും. ആ രീതിയിൽ പുരാണപ്രോക്തമായ കഥകളെ ഓരോന്നും ഇഴപേർത്ത് കഥാപാത്രത്തിൻ്റെ പ്രകൃതി സൂക്ഷ്മമായി വിശകലനം ചെയ്ത് തൻ്റെ അഭിനയ സിദ്ധി കൊണ്ട് ഒരു മാസ്മരികമായ അനുഭവമാക്കി ആ കഥാപാത്രത്തിൻ്റെ രംഗാവിഷ്കാരത്തെ സഫലമായി മുന്നോട്ട് കൊണ്ടുപോയി ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന വിജയൻ എന്ന കഥകളിയുടെ വരദാനത്തെ, നമുക്ക് ലഭിച്ച ഈ മഹാ അനുഗ്രഹത്തെ അഭിമാനത്തോടെ, അതിൽ കവിഞ്ഞ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഞാൻ ഈ വേദിക്ക് പരിചയപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ പുരസ്കാര ലബ്ധിയിൽ എല്ലാ നന്മകളും ഉത്കർഷങ്ങളും ആത്മാർത്ഥമായി തന്നെ ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് നാരായണമുദ്ര പുരസ്കാരം അവാർഡ് ദാനമാണ്. അവാർഡ് സമർപ്പിക്കുന്നതിനായി വിശിഷ്ടാതിഥി പത്മശ്രീ മട്ടന്നൂർ ശങ്കരക്കുട്ടി മഹാരാജനെ ക്ഷണിക്കുന്നു. അവാർഡ് സ്വീകരിക്കുന്നതിനായി കലാമണ്ഡലം ചമ്പക്കര വിജയകുമാറിനെയും ക്ഷണിക്കുന്നു. അവാർഡ് ജേതാവിനെ അംഗവസ്ത്രം അണിയിക്കാനായി അഷ്ടവൈദ്യൻ ഡോക്ടർ ഇ ടി നീലകണ്ഠൻ മൂസ അവരെ ക്ഷണിക്കുന്നു. അടുത്ത് പ്രശസ്തി പത്ര സമർപ്പണമാണ്. വേദിയിലുള്ളവർക്കായി അതൊന്ന് വായിക്കാം. പ്രശസ്തി പത്രം കലാമണ്ഡലം ചമ്പക്കര വിജയകുമാർ. കഥകളിയിലെ കഥാപാത്രങ്ങളെ മനുഷ്യജീവിത സന്ദർഭങ്ങളുമായി ഇണക്കിച്ചേർത്ത് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന നടനാണ് കലാമണ്ഡലം ചമ്പക്കര വിജയകുമാർ. ചിട്ടപ്രധാനമായ കഥകൾ പോലെ തന്നെ നടൻ്റെ സ്വാതന്ത്ര്യം കൂടുതൽ പ്രയോജനപ്പെടുത്താവുന്ന കഥകളിലും ലോകധർമ്മിയിലേക്ക് നിലതെറ്റി വീഴാതെ ഭാവാത്മകമായും ഔചിത്യത്തോടെയും പാത്രാവിഷ്കാരം നിർവഹിക്കുന്നതിനുള്ള ശ്രദ്ധയാണ് വിജയൻ്റെ അവതരണങ്ങളെ ഭാസുരവും ആകർഷകവുമാക്കുന്നത്. കോട്ടയം ജില്ലയിൽ കറുകച്ചാലിനടുത്തുള്ള ചമ്പക്കര ഗ്രാമത്തിൽ ഉദയനാപുരം CVN കളരി നാരായണൻകുട്ടി നായരുടെയും സാവിത്രി അമ്മയുടെയും മകനായി 1975 വിജയകുമാർ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 1988 കേരള കലാമണ്ഡലത്തിൽ വേഷം വിദ്യാർത്ഥിയായി പഠനം ആരംഭിച്ചു. കലാമണ്ഡലം രാംദാസ്, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ, വാഴയങ്കട വിജയൻ എന്നിവരായിരുന്നു ഗുരുക്കന്മാർ. ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും കഴിഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പോടെ കലാമണ്ഡലം വാസു പിഷാരടിയുടെ ശിക്ഷണത്തിൽ ഉപരിപഠനം നിർവഹിച്ചു. ഇപ്പോൾ ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ അധ്യാപകനായി പ്രവർത്തിക്കുന്നു. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ബിസ്മില്ല ഖാൻ പുരസ്കാരം, കൃഷ്ണൻകുട്ടി പൊതുവാൾ സ്മാരക കലാസാഗർ അവാർഡ്, ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടി നായർ സ്മാരക രാജസം പുരസ്കാരം, വാഴയങ്കട കുഞ്ചുനായർ സ്മാരക അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അമേരിക്ക, തായ്ലൻഡ്, സിംഗപ്പൂർ, ദുബായ് തുടങ്ങിയ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് കഥകളി അവതരിപ്പിച്ചിട്ടുണ്ട്. വർത്തമാന കഥകളി അരങ്ങിലെ സജീവ സാന്നിധ്യമായ ശ്രീ കലാമണ്ഡലം ചമ്പക്കര വിജയകുമാറിന് തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ രക്ഷാധികാരിയും ആദ്യകാലം മുതൽക്കുള്ള അംഗവും സെക്രട്ടറി, ട്രഷറർ, പ്രസിഡന്റ് എന്നിങ്ങനെ വിവിധ സ്ഥാനങ്ങൾ വഹിച്ച് ക്ലബിനെ മുന്നോട്ട് നയിച്ച പ്രവർത്തകനുമായ നവദ്വീപിനിട്ട അഡ്വക്കേറ്റ് CK നാരായണ നമ്പൂരിപ്പാടിൻ്റെ കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ യുവ കഥകളി കലാകാരനുള്ള നാരായണ മുദ്ര പുരസ്കാരം തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ ആഗസ്റ്റ് മാസത്തെ കഥകളിയോടനുബന്ധിച്ച് ആദരപൂർവ്വം സമർപ്പിക്കുന്നു. പ്രശസ്തി പത്രം സമർപ്പിക്കുന്നതിനായി ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ KP രാധാകൃഷ്ണൻ അവരെ ക്ഷണിക്കുന്നു. അടുത്ത 2 വാക്ക് സംസാരിക്കുന്നതിനായി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മഹാരാജനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങൾ, ആസ്വാദകർ, സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും നമസ്കാരം. ശ്രീ ചമ്പക്കര വിജയൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജാനന്ദൻ ഇവിടെ സൂചിപ്പിച്ചു.
അപ്പോഴാണ് എനിക്ക് മനസ്സമാധാനമായത്. കാരണം ഇത്രയും അതിയോഗ്യനായ ഒരു കഥകളി വേഷക്കാരനാണ് എനിക്ക് നാരായണമുദ്ര സമർപ്പിക്കാൻ സാധിച്ചത് എന്നതാണ് എൻ്റെ സന്തോഷം. അദ്ദേഹത്തിൻ്റെ വളർച്ചയും പ്രവർത്തനങ്ങളും വേഷം കെട്ടിയാലും കെട്ടാതിരുന്നാലുമുള്ള സൗന്ദര്യത്തെക്കുറിച്ചും എല്ലാം കൃത്യമായിട്ട് രാജാനന്ദൻ ഇവിടെ സൂചിപ്പിച്ചു. എന്നെ സംബന്ധിച്ച് ഇത് എത്രയോ ലോകത്തിൽ തന്നെ ഏറ്റവും കൃത്യമായി നടക്കുന്ന കഥകളി ക്ലബ്ബ്, തൃശ്ശൂർ കഥകളി ക്ലബ്ബ്, അതിൻ്റെ നാരായണ മുദ്ര അത് സമർപ്പിക്കാൻ സാധിച്ചു എന്നത് മറ്റൊരു സന്തോഷം. പിന്നെ എങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് എന്ന് സ്വയം അറിയുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. എനിക്കത് സ്വയം അറിയാം. അറിയാത്തവരുണ്ടെങ്കിൽ 2 വാക്ക് അതിനെക്കുറിച്ചും പറയാം. ഒരു കഥകളി വേഷക്കാരന് കൃത്യമായിട്ടൊരു മുദ്ര കൊടുക്കുക, അതിൻ്റെ ഒരു കാരണം 8ാമത്തെ വയസ്സിൽ തായമ്പക പഠിച്ച് മട്ടന്നൂർ അമ്പലത്തിൽ അരങ്ങേറ്റം നടത്തിയ ശേഷം 12ാമത്തെ വയസ്സിൽ പേരൂർ ഗാന്ധി സേവാസദനം കഥകളി വിദ്യാലയത്തിൽ ഒരു കഥകളി ചെണ്ട വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ പഠനം തുടങ്ങുന്നത്. കഥകളിയുമായിട്ട് അത്രയും അടുപ്പം ഉള്ള ഒരാളാണ് അന്നും ഇന്നും എന്നും. പക്ഷേ ഒരു കഥകളി കൊണ്ട് നടത്തണമെങ്കിൽ, ഇല്ലെങ്കിൽ ഇങ്ങനൊരു കഥകളി ക്ലബ്ബ് കൊണ്ട് നടത്തണമെങ്കിൽ, ഇല്ലെങ്കിൽ കഥകളി ഏറ്റ് ആ വിഷയം കൃത്യമായിട്ട് എത്തിക്കണമെങ്കിലുള്ള പ്രാരബ്ധം 100% മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. ഒരു കാലത്ത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപാട് കഥകളി അരങ്ങുകളുടെ ചുമതല ഏറ്റ് അന്നത്തെ പ്രഗത്ഭരായ ഗുരുനാഥന്മാരെ കൊണ്ടുപോയി അത് കളിച്ച് അതിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം 100% ആ വിഷയത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം ഒരു കഥകളി കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല. അതിൻ്റെ കാര്യങ്ങൾ, കാരണം വേഷമായാലും പാട്ടായാലും ചെണ്ടയായാലും മദ്ദളമായാലും ചുട്ടിയായാലും ഉടുത്തുകെട്ടായാലും ഇത്രയും കലാകാരന്മാർ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു കഥകളി രംഗം വിജയത്തിലാവൂ എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് കലാകാരന്മാർ ആയിട്ടുള്ളവർ പഠിക്കേണ്ട വിഷയം കൂടിയുണ്ട്. ഈ ഒരു ഒത്തൊരുമ അത് കഥകളിക്കാർക്ക് എത്ര പേർക്കുണ്ട് എന്ന് ആലോചിച്ചാൽ അവിടെയാണ് സംഘാടകർ ബുദ്ധിമുട്ടുക. കാരണം ഒരാളെ വിളിക്കുമ്പോൾ മറ്റൊരാൾക്ക് ഇഷ്ടാവില്ല, അപ്പുറത്തെ ആളെ വിളിക്കുമ്പോൾ ഇഷ്ടാവില്ല. എന്നാൽ സ്വന്തമായിട്ടിത് കൊണ്ടു നടക്കാൻ അതിനുള്ള ശ്രമവും ചെയ്യില്ല. ഒരു കഥകളി വേഷക്കാരനാണെങ്കിൽ എനിക്ക് ഇന്ന ആൾ വേണം, അതുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരുള്ളൂ എന്ന് പറയുന്നവരില്ല. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ആളെ സ്ഥിരമായിട്ട് ഒരു ടീമായിട്ട് കൊണ്ടു നടത്തണം എന്നുകൂടി ഉള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. അങ്ങനെ ആയാൽ ഒരു പരമാവധി വിജയത്തിന് നിങ്ങൾക്ക് എത്തിക്കാം. ഇത് അങ്ങനെയല്ല. എല്ലാവരും പറയും തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ആളെ വേഷത്തിന് കണ്ണൂരിലുള്ള ആൾക്ക് കൊട്ടാം, ഇല്ലെങ്കിൽ പാടാം. ഇതൊക്കെ പറഞ്ഞാലും കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം ശരിയാണ്. പക്ഷേ ഈ യോജിപ്പുണ്ടാവണമെങ്കിൽ കൃത്യമായ ഒരു ടീം അത് സ്ഥിരമായി ഒരുമിച്ച് നടന്നാൽ മാത്രമേ ആ ഒരു റിഹേഴ്സൽ എന്നൊരു വിഷയം ഇല്ലാത്തൊരു കാര്യമാണ് കഥകളി. ഇപ്പോൾ അറിയാം, കോട്ടക്കലാരിവിശാലും ശരി, PFC നാട്യസംഘം, അവർക്ക് കൃത്യമായിട്ട് അവരുടെ ടീം കൊണ്ട് ആ ഒരു വിജയം അവർക്കുണ്ടാവും. അല്ലാത്ത വിഷയത്തിൽ ഏത് കൊട്ടുകാരനാലും എൻ്റെ അഭിപ്രായമാണ്, ഒരാളുടെ വേഷത്തിന് കൊട്ടുമ്പോൾ എല്ലാ മുദ്രകൾക്കും ആ കൊട്ട് വീഴുന്നുണ്ടോ എന്ന് കാഴ്ചക്കാരായ നമ്മളും കൂടി ആലോചിച്ചാൽ അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാവും. കഥകളി കാണാനും കേൾക്കാനും ഉൾക്കൊള്ളാനും വേണമെങ്കിൽ ഒരുപാട് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ അത് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ എന്നത് പരമാർത്ഥ സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയെല്ലാം ബുദ്ധിമുട്ടി ചമ്പക്കരയിൽ നിന്ന് വന്ന് കലാമണ്ഡലത്തിൽ വന്ന് ഇപ്പോൾ അമ്പലപ്പുഴ, ഇതൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിയ ഒരു കലാകാരനാണ് ചമ്പക്കര വിജയൻ എന്ന കാര്യത്തിൽ സംശയമില്ല.
അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ കണ്ടാൽ ഞാൻ വിചാരിച്ചു ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളത് ഞാനാണെന്നാണ്. പക്ഷെ അതല്ല എന്നെനിക്കിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി. അതാണ് സാക്ഷാൽ ചമ്പക്കര വിജയൻ. എന്തായാലും ഇങ്ങനെ ഒരു മഹാനായ കലാകാരനെ നാരായണ മുദ്ര കൊടുത്ത് അത് അദ്ദേഹം സ്വീകരിച്ചു. അത് കൊടുക്കാൻ എന്നെ ഏർപ്പെടുത്തിയ തൃശ്ശൂർ കഥകളി ക്ലബിനോടും പ്രത്യേകിച്ച് നാരായണ നമ്പൂതിരിപ്പാടിനോടും എന്തെന്നില്ലാത്ത മനസ്സ് നിറഞ്ഞ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. തൃശ്ശൂർ കഥകളി ക്ലബിന് ഭാവിയിലും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഓരോ നിമിഷത്തിലും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറുമൊഴിക്കായി ശ്രീ കലാമണ്ഡലം ചമ്പക്കര വിജയകുമാറിനെ ക്ഷണിക്കുന്നു. വളരെയധികം സന്തോഷമുള്ള ദിവസമാണെന്ന്. എനിക്ക് അവാർഡ് തരാൻ വേണ്ടി മട്ടന്നൂർ ശങ്കരൻകുട്ടിയാശാൻ, ഞാൻ ആദ്യം അറിഞ്ഞില്ല ആശാനാ വരുന്നത്, ഞാൻ അറിഞ്ഞില്ല. പിന്നെ നോട്ടീസ് കണ്ടപ്പോഴാണ് ആശാനാണെന്നുള്ളത് അറിഞ്ഞത്. കഴിഞ്ഞ ദിവസം ആശാൻ്റെ പിറന്നാളായിരുന്നു. ആശാനെ ഒന്ന് വിളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി നേരിട്ട് കാണുമ്പോൾ പറയാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വിളിച്ചില്ല. തൃശ്ശൂർ ക്ലബിൻ്റെ നെടും തൂണായിട്ടുള്ള നമ്മുടെ നാരായണൻ സാറിൻ്റെ പേരുള്ള ആദ്യത്തെ അവാർഡ് എനിക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യം. അത് തന്നത് മട്ടന്നൂരാശാൻ. എന്നെപ്പറ്റി ആവശ്യമില്ലാതെ കുറേ പൊക്കി പറഞ്ഞ രാജാനന്ദൻ മാഷുണ്ട്. എല്ലാവർക്കും നന്ദി. നാരായണൻ മാഷിൻ്റെ കുടുംബത്തിനും എനിക്ക് ഈ അവാർഡ് തരാൻ തീരുമാനിച്ച കമ്മിറ്റിക്കും എല്ലാവർക്കും വളരെയധികം നന്ദി, സന്തോഷം. നന്ദി പറയുന്നതിനായി ശ്രീമതി ജയ അവണൂരിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ നാരായണമുദ്ര എന്ന ഈ അവാർഡിനെ പറ്റി ഒരു 2 വാക്ക് പറയാം. തൃശ്ശൂർ ക്ലബിൻ്റെ രക്ഷാധികാരിയായ ശ്രീ CK നാരായണൻ നമ്പൂതിരിപ്പാടിന് ഈ കഥകളി ക്ലബ്ബ് തൃശ്ശൂർ ക്ലബ്ബായിട്ട് വളരെ ഒരു അഭേദ്യമായ ബന്ധമാണുള്ളത്. അത് തുടങ്ങുന്നത് തൃശ്ശൂർ ക്ലബിൻ്റെ പ്രാരംഭകാലത്ത് തന്നെയാണ്. 1965 ജനുവരി മുതൽക്കുള്ള ബന്ധമാണ്. ഈ ഒരു 60 കൊല്ലമായിട്ട് പ്രതിമാസ പരിപാടി ഒന്നുപോലും മുടങ്ങാതെ നടത്തുന്ന ഒരേ ഒരു കഥകളി ക്ലബ്ബ് തൃശ്ശൂർ ക്ലബ്ബാണെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. അതുപോലെ തന്നെ ഇങ്ങനൊരു ഓർഗനൈസേഷനിൽ 60 കൊല്ലമായി ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്ന ഒരേ ഒരു വ്യക്തി ഇദ്ദേഹമാവുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ തൃശ്ശൂർ ക്ലബിൻ്റെ 778ാമത്തെ പരിപാടിയാണ്. ഇന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു എത്ര പരിപാടി അദ്ദേഹം ഈ ക്ലബിൻ്റെ ഏതെങ്കിലും എത്ര പരിപാടി കാണാതെ ഇരുന്നിട്ടുണ്ട്, അതിൽ പങ്കെടുക്കാതെ ഇരുന്നിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഉത്തരം 1 2 എന്നായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലബിൻ്റെ ഇത്രയും ദീർഘമായ ഓരോ മാസം പരിപാടി നടത്തി വന്ന ഈ ക്ലബിൻ്റെ എല്ലാ ഭാഗത്തിലും ഒരേ മാതിരി പങ്കെടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അതേമാതിരി ഈ കൊല്ലത്തെ സുവനീറിന് പോലും എല്ലാ ലേഖനങ്ങളും കളക്ട് ചെയ്ത് അത് പ്രസ്സിൽ പോയി പ്രൂഫ് റീഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്യാൻ തക്കവണ്ണം ആ റിലീസ് ചെയ്യണ സമയം വരെ അദ്ദേഹത്തിനൊരു മനസ്സമാധാനമില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. കുറേ കൊല്ലങ്ങളായിട്ട് ക്ലബ് എക്സിക്യൂട്ടീവ് അംഗം ശ്രീ നാരായണ ചാക്യാരും വളരെയധികം അവർ 2 പേരും കൂടിയിട്ടാണ് ലേഖനങ്ങൾ കളക്ട് ചെയ്യുക. പിന്നെ ഓരോ മാസത്തെ ഫോട്ടോസ് ഏതൊക്കെയാണ് സെലക്ട് ചെയ്തത് അതെല്ലാം വൃത്തിയായിട്ട് ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. അതേമാതിരി തൃശ്ശൂർ ക്ലബിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഭദ്രമായി സൂക്ഷിക്കുക അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഈ എല്ലാ കൊല്ലവും ഇറങ്ങണ സോവനീർ, പിന്നെ പ്രതിമാസ പരിപാടിയുടെ കഥാസാരം അടങ്ങിയിട്ടുള്ള നോട്ടീസ്, പിന്നെ പരിപാടിയെ പറ്റിയിട്ടുള്ള ന്യൂസ് റിപ്പോർട്ട്, ഇതെല്ലാം വളരെ ഭദ്രമായി അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട്.
കാലപ്പഴക്കം കൊണ്ട് പല ഡോക്യുമെൻസും കുറച്ച് പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ രാധാകൃഷ്ണേട്ടൻ്റെ നേതൃത്വത്തിൽ അത് ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് വരും തലമുറയ്ക്കും അത് ഉപയോഗിക്കാറായിട്ടുണ്ട്. അതുമാതിരി ഓരോ പരിപാടിക്കും, ക്ലബിൻ്റെ ഓരോ മാസത്തെ പരിപാടിക്ക് വരുമ്പോഴും ആ കഥ ഏതാണെന്ന് വെച്ചാൽ അത് എന്നാണ് ഇതിനു മുമ്പ് നടന്നത്, ക്ലബിൽ എത്ര പ്രാവശ്യം ഈ കഥ നടന്നിട്ടുണ്ട്, അതെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. ഇപ്പോൾ ഇന്ന് കർണശബദം ഏതൊക്കെ ദിവസങ്ങൾ ഏതൊക്കെ കൊല്ലം ഉണ്ടായിട്ടുണ്ട്. 1975 ഇവിടെ ആദ്യമായിട്ട് കർണശബദം കളിച്ചത്. ഇതിന് തൊട്ട് മുമ്പ് 1922 ഈ ലിസ്റ്റ് മുഴുവൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതേമാതിരി കർണശബദമാണെങ്കിൽ അത് ഏറ്റവും ആദ്യ കാലങ്ങളിൽ 65 മുതലുള്ള തുടക്കത്തിലുള്ള കാലങ്ങളിലൊക്കെ അന്ന് എങ്ങനെയാ വെച്ചാൽ കഥാസാരം മാത്രമല്ല, ഒരു പദങ്ങളും ശ്ലോകങ്ങളും അടങ്ങിയിട്ടുള്ള ചെറിയൊരു ബുക്ക്ലെറ്റാണ് അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നത്. ആ ബുക്ക്ലെറ്റും കൊണ്ടുവരും അദ്ദേഹം. അത് കൈകാര്യം ചെയ്യാൻ കുറച്ച് വിഷമമാണ്, പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ആ ബുക്ക്ലെറ്റും കൊണ്ടാണ് ഓരോ കളിക്കും വരിക. അതേമാതിരി ക്ലബിൻ്റെ ഓരോ പരിപാടിയും അതിൻ്റെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ന്യൂസ് പേപ്പറിൽ അതിൻ്റെ ന്യൂസ് വരുത്തൽ അദ്ദേഹത്തിന് വളരെ ഒരു വലിയ ഹരമാണ്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി അത്ര ബുദ്ധിമുട്ടില്ലാതെയായി. പക്ഷേ ഇതിനു മുമ്പ്, വളരെ മുമ്പ് അദ്ദേഹം ക്ലബിൻ്റെ പരിപാടിക്ക് തൊട്ട് മുമ്പായിട്ട് ഓരോ പത്രം ഓഫീസുകളിലും നടന്ന് അവിടെ ഓരോ സ്ഥലത്തും ന്യൂസ് കൊടുക്കും. എന്നിട്ട് കളി നടന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 5:30 പാറമേക്കാവിൻ്റെ മുമ്പിൽ എല്ലാ ന്യൂസ് പേപ്പേഴ്സും വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വന്നിട്ട് എല്ലാ ന്യൂസ് പേപ്പേഴ്സും വാങ്ങി വീട്ടിലെത്തി സ്കെയിലുണ്ട്, റെഡ് ഇങ്കുണ്ട്, അതൊക്കെ മാർക്ക് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കും. പിന്നെ അടുത്ത മാസം കളിയാവുമ്പോൾ ആ ന്യൂസ് പേപ്പർ കട്ടിങ്ങും കൊണ്ട് ക്ലബിൽ ബാക്കി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും എല്ലാം കാണിക്കുക. അത് അദ്ദേഹത്തിന് ഒരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പളേ നമുക്ക് എല്ലാം സർക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് കാരണം രാവിലെ ചിലപ്പോൾ 6 മണിക്ക് വിളി വരും, ഈ ഒരു ക്ലബിൻ്റെ പരിപാടിയുടെ ന്യൂസ് വന്നിട്ടുണ്ട്, മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട്, മനോരമയിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പോൾ ഫോട്ടോ ഇപ്പം തന്നെ കഥകളി ക്ലബ്ബ് ഗ്രൂപ്പിൽ ഇടണം എന്ന് പറയും. പലപ്പോഴും എനിക്ക് തൃശ്ശൂർ എഡിഷൻ ന്യൂസ് പേപ്പർ കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാതൃഭൂമിയും മനോരമയും ഈ പേപ്പേഴ്സ് തൃശ്ശൂർ എഡിഷൻ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. ഈ 91-ാം പിറന്നാളിനോടടുത്തെങ്കിലും ഒരു യുവാവിൻ്റെ മനസ്സോടെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന ശ്രീ CK നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ ആദരസൂചകമായിട്ടാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നിവിടെ വിശിഷ്ട അതിഥിയായി നമുക്ക് കിട്ടിയിട്ടുള്ളത് ആദരണീയനായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരാണ്. അദ്ദേഹത്തിനെ നമ്മുടെ ക്ലബ് ട്രഷറർ രാജീവ് വിളിച്ച് ഇന്ന് ഉപഹാര സമർപ്പണത്തിന് വരാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സന്തോഷപൂർവ്വം വരാമെന്ന് ഏറ്റു. ഇന്ന് ഭാഗ്യത്തിന് നമുക്ക് തൃശ്ശൂർ തന്നെ അദ്ദേഹത്തിന് വേറെ ഒരു പരിപാടി ഉണ്ടായത് വളരെ നന്നായി, സൗകര്യമായി. അദ്ദേഹം ചെണ്ടവാദ്യത്തിന് ആഗോളതലത്തിൽ പ്രശസ്തി നേടിക്കൊടുത്ത തായമ്പകയുടെ മുടിചുണ്ടാമന്നനാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ കൂടിയായ അദ്ദേഹം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇന്നിവിടെ വന്ന് ഉപഹാര സമർപ്പണത്തിന് വന്നത് കഥകളി ക്ലബിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ രക്ഷാധികാരി കൂടിയായ അഷ്ടവൈദ്യൻ ശ്രീ E.T. നീലകണ്ഠൻ മൂസാണ്. അദ്ദേഹം ക്ലബിൻ്റെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചു വരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ക്ലബിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഇന്നത്തെ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള വാഴയങ്കട കുഞ്ചുനായർ ട്രസ്റ്റിൻ്റെ ജീവനാഡിയായ ശ്രീ KB രാജാനന്ദാണ്. അദ്ദേഹത്തിന് ഞാൻ വളരെ അടുത്ത ഒരു ദിവസമാണ് ഇന്ന് ഈ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്താമോ എന്ന് ചോദിച്ചത്. അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചെത്തുകയാണ് ഉണ്ടായത്.
ശ്രീ ചമ്പക്കര വിജയകുമാറിനെ പറ്റി വളരെ ഭംഗിയായി ഇന്ന് നമുക്ക് പറഞ്ഞു തന്നു. കഥകളിയുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയത്തെ പറ്റിയും ആധികാരികമായി സംസാരിച്ച് വിവരിക്കാൻ കഴിവുള്ള അദ്ദേഹത്തിന് ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തതിന് അദ്ദേഹത്തിന് നന്ദി പറയുന്നു. അടുത്തതായി ഇന്നത്തെ താരം ശ്രീ കലാമണ്ഡലം ചമ്പക്കര വിജയകുമാറാണ്. അദ്ദേഹത്തിനെ പറ്റി എല്ലാം, അദ്ദേഹത്തിൻ്റെ വേഷത്തിനെ പറ്റിയിട്ടും വേഷത്തിൻ്റെ പ്രത്യേകതകളെ പറ്റിയിട്ടും ഇപ്പം നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു തെരഞ്ഞെടുപ്പ്, ഈ ജൂറിയുടെ ഈ തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ട് അത് വിവരം അറിയിച്ചപ്പോൾ പലരും വിളിച്ചു പറഞ്ഞു വളരെ ഉചിതമായി ഇദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തത് എന്ന് പറയുകയുണ്ടായി. അത് വളരെ സന്തോഷം തോന്നിയത് കേട്ടപ്പോൾ. മുതിർന്ന പ്രയോക്താക്കളുടെ അനുഗ്രഹത്തിനും പുതുതലമുറയുടെ പ്രചോദനത്തിനും അർഹനായിട്ടുള്ള ശ്രീ കലാമണ്ഡലം ചമ്പക്കര വിജയകുമാറിന് ഇനിയും കൂടുതൽ അംഗീകാരങ്ങളും ഉന്നതമായ പുരസ്കാരങ്ങളും ലഭിക്കുവാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ഈ യോഗത്തിൽ ഈ പുരസ്കാരം സ്വീകരിക്കുവാനായിട്ട് ഇന്നിവിടെ എത്തിയതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ ക്ലബിൻ്റെ നെടുന്തൂണായ ശ്രീ ക്ലബ്ബ് പ്രസിഡൻറ്റ് ശ്രീ KP രാധാകൃഷ്ണനാണ്. അദ്ദേഹം നമ്മുടെ ചിരകാലാഭിലാഷമായ ഹൈദരാലി സ്മാരക സാംസ്കാരിക സമുച്ചയത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നോക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ച ആളാണ്. മന്ത്രി ശ്രീ രാജൻ്റെ പിന്തുണയോടുകൂടി ശ്രീ രാധാകൃഷ്ണേട്ടൻ്റെ ഇനീഷ്യേറ്റീവിലാണ് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടിയതും ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഈ പ്ലോട്ട് അനുവദിച്ച് കിട്ടിയതിലും വളരെ മുഖ്യ പങ്ക് വഹിച്ച രാധാകൃഷ്ണേട്ടൻ ഇനിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ബിൽഡിങ്ങിൻ്റെ പണി വളരെ വേഗം കഴിഞ്ഞ് നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരം എത്രയും വേഗം നടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നന്ദി പറയുന്നു. അടുത്തതായി നമ്മുടെ ക്ലബിൻ്റെ യുവ നേതൃത്വത്തിലെ ഒരു മുഖ്യ ആളായിട്ടുള്ള പ്രശാന്ത് ജി മേനോൻ, അദ്ദേഹമാണ് ഇവിടെ സ്വാഗതം പറഞ്ഞത്. അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഇപ്പോൾ റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശ്ശൂർ സെൻട്രലിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ്. എല്ലാ തിരക്കിനിടയിലും പ്രശാന്ത് വളരെ ഊർജ്ജസ്വലതയോടുകൂടി ക്ലബിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് ചെയ്യുന്ന ആളാണ്. പ്രശാന്തിന് നന്ദി പറയുന്നു. അടുത്തതായി ഇന്നിവിടെ പ്രാർത്ഥന ചൊല്ലിയ രാജശ്രീയാണ്. രാജശ്രീയോട് നന്ദി പറയുന്നു. പിന്നെ മുൻനിരയിൽ പ്രവർത്തിക്കാതെ പിൻനിരയിൽ വളരെയധികം കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ക്ലബിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗോപികൃഷ്ണൻ, അനിൽകുമാർ എന്നിവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അനിൽകുമാറാണ് ക്ലബിൻ്റെ എല്ലാ മാസത്തെ പരിപാടിയും ഫ്ലയർ തയ്യാറാക്കുന്നത്. ഓരോ പരിപാടിയുടെ ഓരോ കഥയ്ക്ക് യോജിക്കുന്ന തരത്തിൽ ഡിസൈൻ ചെയ്ത് നല്ല ഭംഗിയാക്കാറുള്ളത് അനിൽകുമാറാണ്. അതേമാതിരി ഈ നാരായണമുദ്ര അവാർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മുതൽ ഗോപികൃഷ്ണൻ്റെ വളരെയധികം പിന്തുണയുണ്ട്. ഈ അവാർഡിന് ഒരു പേര് വേണമെന്ന് നിർബന്ധം പറഞ്ഞത് ഗോപികൃഷ്ണനാണ്. അപ്പോൾ നാരായണമുദ്ര എന്ന പേര് സെലക്ട് ചെയ്തപ്പോൾ ഗോപി പറഞ്ഞു അത് വിഷ്ണുമുദ്ര കാണുന്ന തരത്തിൽ ലോഗോ ഡിസൈൻ ചെയ്യണം, അതിന് ഒരു ശില്പം നിർബന്ധമായിട്ടും വേണമെന്നും ആ ശില്പം ഉണ്ടാക്കി CNCയിൽ കാർവ് ചെയ്ത് എല്ലാം തയ്യാറാക്കിയത് ഗോപികൃഷ്ണനാണ്. അതിന് പ്രത്യേകം ഹൃദയപൂർവ്വം ഗോപിയോട് നന്ദി പറയണം. ഇതിവിടെ വന്നിട്ടുള്ള ക്ലബിലെ എല്ലാ മെമ്പേഴ്സിനും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും ഈ ഒരു ഫങ്ഷൻ വളരെ കളർഫുള്ളാക്കിയതിന് എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ